സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് IAS മന്ത്രിസഭാ യോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഈ മാസം 30-ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിനെ തുടർന്നാണ് ജയതിലക് എത്തുന്നത്, അല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഈ മാസം 30 വരെയാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ കാലാവധി ഉള്ളത്. 30-ന് അവർ വിരമിക്കുകയാണ്. ഈ ഒരു ഒഴിവിലേക്കാണ് ഇപ്പോൾ പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് എ ജയതിലക് IASനെ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കാലാവധി ഉള്ളത് 2026 ജൂൺ വരെയാണ് ജയതിലകിന് കാലാവധി ഉള്ളത്. സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയും ജയതിലകിന് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നതാണ്. നിലവിൽ അദ്ദേഹം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. ഈ അടുത്ത മാസം 1-ാം തീയതി അദ്ദേഹം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്നതായിരിക്കും. തീർച്ചയായും 50ാമത് ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിന്റെ, അല്ലേ ജയതിലക്? അതെ, സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി പ്രത്യേകയ്ക്ക് ജയതിലക് അർഹനായിരിക്കും എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം വന്നത്. സംസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, രണ്ടാമത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നൊരു പ്രത്യേകതയും ജയതിലക് IASനുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി അദ്ദേഹം അടുത്ത മാസം 1-ന് ചുമതല ഏറ്റെടുക്കുകയാണ്. ശരി, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.